പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് ആ സാമ്പത്തികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു പറയും. പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ പിന്നീട് നമ്മൾ ബജറ്റിലെല്ലാം പ്രൊവിഷനെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കടമെടുപ്പിൻ്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം കടമെടുപ്പിൻ്റെ പരിധിയിൽ നമുക്ക് 3.5% ഉള്ളത് GSDPയുടെ. അതിൽ 0.5% കണ്ടീഷണലാണ്. അതായത് പവർ സെക്ടറിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണം എടുക്കണമെന്നാണ്. അപ്പം ശരിക്കും 3% ഉള്ളൂ. ആ 3%-ൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും വരുത്തിയ ബാധ്യതകൾ കൂടി ഈ കടമെടുപ്പിൻ്റെ പരിധി കടം വളരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെൻറ്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിൻ്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിലൊരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്. നേരത്തെ പല പദ്ധതികളിലും പ്രശ്നമായി പറഞ്ഞിരുന്നത് ഓഡിറ്റ് നടത്തിയിരുന്നില്ല, നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. അത് തന്നെയാണോ കേന്ദ്ര സർക്കാർ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്? അല്ല, അവരുടെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പരിശോധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബജറ്റിന് മുമ്പായിട്ടുള്ളൊരു വർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പണം കിട്ടാത്തതുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് കിട്ടാത്തത്? നിയമപരമായ തടസ്സങ്ങളോ, ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതോ, ഓഡിറ്റഡ് അക്കൗണ്ട്സ് കൊടുക്കാത്തോ ആണോ എന്ന് പരിശോധിച്ചാൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്താൽ പണം വാങ്ങുന്നതിനുള്ള തടസ്സം നമ്മൾ നീക്കും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രോസസ്സ് ബജറ്റിന് മുമ്പായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അതും അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്തു. അതിന്റെ നിയമപരമായ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അല്ല, അത് ഉണ്ടാകണമല്ലോ. നമുക്ക് നിലവിലെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉപേക്ഷിച്ചതാണ്. ഞങ്ങളല്ല ഉപേക്ഷിച്ചത്. സിൽവർ ലൈൻ പദ്ധതി ഞങ്ങളെടുത്ത തീരുമാനം എന്താ? ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിയ വിജ്ഞാപനം അപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലം എടുത്തിരിക്കുകയാണ്. അവരോട് ശത്രുക്കളെ പോലെ പെരുമാറേണ്ട ആവശ്യമില്ലല്ലോ. പദ്ധതി വേണ്ടാന്ന് വെച്ചു. പിന്നെ എന്തിനാണ് ആ സ്ഥലം എടുപ്പിൻ്റെ വിജ്ഞാപനം? നിങ്ങൾക്കറിയാമല്ലോ, സ്ഥലം വിൽക്കാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല, നോട്ടിഫൈ ചെയ്താൽ. മകളുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ മക്കളുടെ കല്യാണം സാധാരണക്കാരുടെ നാട്ടിലാണ് നടത്തുന്നത്? അതുകൊണ്ട് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ കൊണ്ട് പണയം വെച്ചിട്ടില്ലേ? അതുപോലും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ആ ഞങ്ങളത് നോട്ടിഫൈ ചെയ്ത് അത് സഹായിച്ചു. അല്ല, PMCയുടെ കാര്യം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ മന്ത്രിസഭയിലും ചർച്ച ചെയ്തതിന് ഈ ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചതാണ്. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? അല്ല, തീർച്ചയായിട്ടും നോക്കണല്ലേ. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി? അത്ര ദിവസമല്ലേ ആയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു, വകുപ്പുകൾ വിഭജനം നടത്തി, ഞങ്ങൾ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടേതനുസരിച്ചിട്ട് പുതിയ സെക്രട്ടറിമാരുടെയും മറ്റ് നിയമനങ്ങൾ
ഡിപ്ലോയ്മെൻ്റ് ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി മന്ത്രിസഭ അപ്രൂവ് ചെയ്തു. ബജറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്തു. അല്ല, ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് അല്ല, അത് നമ്മളിപ്പോൾ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് അടുത്ത ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് തരാൻ കിഫ്ബിയുടെ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ച് ബാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ നമുക്ക് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് അല്ലേ, നമുക്ക് ഇവിടെ കിട്ടുന്ന നികുതിയുടെ വിഹിതം നമുക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ കിട്ടിയിരുന്നത് 3.5 ആയിരുന്നു. ഇപ്പോൾ 1.92 ആയിരുന്നു. ഇപ്പോൾ 2.32 ആയിട്ട് അത് മാറി. കുറേ കൂടി കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് ഞങ്ങളും പ്രതിപക്ഷവും പ്രസൻറ്റേഷൻ നടത്തിയിരുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ. വളരെ ഗൗരവത്തോടുകൂടി സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങളും പ്രസൻറ്റേഷൻ നടത്തിയിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷം കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതിന് 40% സ്റ്റേറ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് ആ ബാധ്യത. പണ്ട് പൂർണ്ണമായി കേന്ദ്രം തന്നുകൊണ്ടിരുന്ന പണത്തിൻ്റെ 40% നമ്മൾ കണ്ടെത്തണം, വേണ്ടേ? മാത്രമല്ല, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മറ്റേ ഈ വൈറ്റ് പേപ്പറുകളുണ്ട്, വൈറ്റ് പേപ്പറിലെ രഹസ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് പേപ്പറായി പോകും. അതിന്റെ ഒരു കോൺട്രവേഴ്സി ഇന്ന് BJP യൂണിയൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രീനെ പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇല്ലീഗൽ മൂവാണ്. കേരള വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ അത് ചെയ്യുന്നത്. അല്ല, അത് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട്. അത് ഈ പുതിയ നിയമത്തിൻ്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിക്കാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്? അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ്, അല്ലേ? നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെൻറ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് വഖഫ് ബോർഡ് ചെയർമാൻ, അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും കൂടി എറണാകുളത്ത് വന്ന് വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വാക്ക് കൊടുത്താണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ, 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ൻ്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും.